കേരളം പിടിക്കാൻ തന്ത്രങ്ങളുമായി കോൺഗ്രസ്. ഹൈക്കമാൻഡിന്റെ മേൽനോട്ടത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുക. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണം നയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദേശീയ നേതൃനിര കേരളത്തിൽ ക്യാമ്പ് ചെയ്യാനും തീരുമാനമുണ്ട്. AIC-യുടെ വാർ റൂം കേരളത്തിൽ പ്രവർത്തിക്കുമെന്നും അറിയുന്നു. വിവരങ്ങളുമായി ആർ റോഷിപാൽ ചേരുകയാണ്. ആർ റോഷിപാൽ, ബിഗ് ബ്രേക്ക്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ കൂടില്ല എന്നതുകൊണ്ടാണോ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതൃനിര തന്നെ വന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ക്യാമ്പയിന് നേതൃത്വം നൽകാൻ പോകുന്നത്? റോഷി, ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി സംസ്ഥാനത്ത് കോൺഗ്രസിനുണ്ടായി. ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ ഒരു തുടർഭരണം LDF-ന് സമ്മാനിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ തുടർഭരണം എന്ന പ്രചാരണം LDF തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആശങ്കയാണ്, പ്രത്യേകിച്ച് ഹൈക്കമാൻഡിന്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ ഓരോ കാര്യങ്ങളിലും ഇടപെടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഹൈക്കമാൻഡ് നേരിട്ട് തന്നെയായിരിക്കും നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം. അവരുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ വാർ റൂം തുടങ്ങും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. AICC ഇപ്പോൾ നിലവിൽ KPCC-യുടെ വാർ റൂമുണ്ട്. അതിനു പുറമെ AICC-യുടെ മേൽനോട്ടത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വാർ റൂം തയ്യാറാക്കും. മാത്രവുമല്ല, ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനകീയരായ യുവാക്കളായ നേതാക്കളെ തന്നെ സംസ്ഥാനത്തേക്ക് പ്രചാരണത്തിനിറക്കും. ആ പ്രചാരണത്തിന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ രാഹുൽ ഗാന്ധിയും ഒപ്പം പ്രിയങ്ക ഗാന്ധിയും അതിന് നേതൃത്വം വഹിക്കും. സാധാരണഗതിയിൽ ഏതെങ്കിലും കുറച്ച് ഇടങ്ങളിൽ മാത്രം പ്രചാരണത്തിന് ഇരു നേതാക്കളും എത്തുന്നതായിരുന്നു പതിവ്. പക്ഷേ ഈ തവണ അങ്ങനെ ആയിരിക്കില്ല. പരമാവധി സ്ഥലങ്ങളിൽ പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തും. ഏതൊക്കെ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് പോകണമെന്ന് നേരത്തെ തന്നെ ഇതൊക്കെ സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്നിൽ കൂടുതൽ സർവേകൾ നടത്തും. ആ സർവേകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രചാരണ തന്ത്രങ്ങൾക്ക് വരെ രൂപം നൽകുക. മാത്രവുമല്ല, പ്രകടന പത്രിക പോലും തയ്യാറാക്കുന്നത് ഹൈക്കമാൻഡിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ തവണ. സാധാരണ KPCC തന്നെയാണ് പ്രകടന പത്രിക തയ്യാറാക്കാറുള്ളത്. അത് UDF, മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ലെ പ്രധാന ഘടകകക്ഷിയുമായുള്ള ആലോചന ആ കമ്മിറ്റിയായിരിക്കും. ഈ തവണ എല്ലാത്തിലും ഒരു കണ്ണ് ഹൈക്കമാൻഡിൻ്റേതുണ്ടാകും. നിരീക്ഷണം തുടരും ഹൈക്കമാൻഡ്. ഏതായാലും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഒപ്പം DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ് അടക്കമുള്ള യുവ നേതൃനിര തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് നേതൃത്വം നൽകും. അതിനു മുമ്പേ തന്നെ ഒരു സമിതിയുണ്ട്, 10 അംഗ സമിതി രൂപീകരിക്കുന്നുണ്ട്. മുൻ KPCC അധ്യക്ഷന്മാരുൾപ്പെടെയുള്ള 10 അംഗ സമിതിയാണ്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ, കൂടിയാലോചനകൾ കൃത്യമായി നടത്താനാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള 10 അംഗ സമിതിക്ക് ഹൈക്കമാൻഡ് രൂപം നൽകുന്നത്. അതിന് പിന്നാലെ തന്നെ പുതിയ തന്ത്രങ്ങളുമായി ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യാനെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. താങ്ക് യു റോഷി. അങ്ങനെ കേരളം പിടിക്കാൻ പുതിയ തന്ത്രങ്ങൾ ആലോചിക്കുകയാണ് കോൺഗ്രസ്. അതിനൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ ദേവദാസ് മുൻഷി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേരളത്തിൽ പ്രചരണം പ്രിയങ്ക ഗാന്ധി നയിക്കണം എന്നുള്ളതാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലൂടെയും പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോകളും വലിയ ക്യാമ്പയിനുകളും ഉണ്ടാവുകയും AICC തന്നെ നേരിട്ട് ക്യാമ്പയിൻ ലീഡ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ ഫലം മറ്റൊന്നായിക്കൂടുന്നില്ല. എന്നാൽ അത് കേരളത്തിലെ നേതാക്കളെ ഏൽപ്പിക്കാൻ ഹൈക്കമാൻഡിന് ചെറിയ ആശങ്ക ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഐക്യകാഹളമൊക്കെ വന്നു, നേതാക്കന്മാരൊന്നും ഇപ്പോൾ മിണ്ടുന്നേ ഇല്ല എന്നുള്ളതും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വിഷയത്തിലും വലിയ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവുന്നില്ല. പ്രതിപക്ഷ നേതാവ് മാത്രമാണ് ഇപ്പോൾ കാര്യമായി എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നത്. മറ്റുള്ള നേതാക്കളൊക്കെ തൽക്കാലം മൗനവ്രതത്തിലുമാണ്. സംസാരിച്ചാൽ കുഴപ്പമാകുമോ അബദ്ധമാകുമോ എന്നൊരു ടെൻഷൻ കൂടിയുണ്ട്. പക്ഷേ ഒരുമിച്ച് മുന്നേറുകയാണെങ്കിൽ ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന് പ്രതിപക്ഷം കണക്കാക്കുന്നുണ്ട്. വരാൻ പോകുന്ന സമരങ്ങളുടെ വേലിയേറ്റങ്ങളിൽ നിന്നുള്ള ആനുകൂല്യം പ്രതിപക്ഷത്തിന് കിട്ടുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ.